KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് പാളയത്ത് ഓടയിലിറങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. മനുഷ്യസ്നേഹത്തിന്റെ മാതൃക കാണിച്ച് നൌഷാദിന്റെ ജീവത്യാഗം. ഹർത്താൽ നിയന്ത്രണ ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാനൊരുങ്ങി ബീഹാർ മുഖ്യമന്ത്രി. അടുത്ത വർഷം ബീഹാറിൽ മദ്യനിരോധമെന്ന് നിതീഷ് കുമാർ. സംവാദം പാർലമെന്റിന്റെ ആത്മാവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ടെന്ന് പിണറായി വിജയൻ. ജാമിയ ശരിയ ഇസ്ലാമിയ 20ാം വാർഷികം ലോഗോ പ്രകാശനം ചെയ്തു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ വിജയിപ്പിക്കണമെന്ന് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. പ്രേതബാധയകറ്റാൻ KSRTC കാസർകോട് ഡിപ്പോയിൽ പൂജയും മന്ത്രവാദവും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF കാസർകോട് ജില്ലാ സമ്മേളനം ശനിയാഴ്ച. സമ്മേളന ഭാഗമായി ഉജ്ജ്വലം സമാപിച്ചു. വാർത്തകൾ വിശദമായി. കോഴിക്കോട് നഗരത്തിൽ ഓട വൃത്തിയാക്കാനിറങ്ങിയ 2 പേരും അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറും ശ്വാസം മുട്ടി മരിച്ചു. കരാർ തൊഴിലാളികളായ ആന്ധ്ര സ്വദേശികൾ ഭാസ്കർ, നരസിംഹ എന്നിവരും ഓട്ടോ ഡ്രൈവറായ കരുവിശ്ശേരി സ്വദേശി പി നൌഷാദുമാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് 2 കരാർ തൊഴിലാളികൾ ഭൂഗർഭ അഴുക്കുചാൽ വൃത്തിയാക്കാൻ ഹോൾ തുറന്നത്. ആദ്യമിറങ്ങിയ ആൾ കുഴഞ്ഞു വീഴുന്നത് കണ്ട് രണ്ടാമത്തെ തൊഴിലാളിയും ഇറങ്ങി. ഇയാളും കുഴഞ്ഞു വീണു. റോഡരികിൽ ചായ കുടിച്ചു നിൽക്കുകയായിരുന്ന നൌഷാദ് ഇത് കണ്ട് ഓടിയെത്തുകയായിരുന്നു. ഇരുവരെയും രക്ഷിക്കാനായി നൌഷാദും മാൻഹോളിലേക്ക് ഇറങ്ങി. എന്നാൽ ശ്വാസം കിട്ടാതെ നൌഷാദും ഓടയിലേക്ക് കുഴഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി അരമണിക്കൂറിനകം 3 പേരെയും പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഓടയിൽ ഇറങ്ങിയതാണ് അപകടത്തിന് കാരണമായതെന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആദ്യം ഓടയിലിറങ്ങി അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് മറ്റു 2 പേർ കൂടി അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പാളയത്ത് ഓടയിൽ കുടുങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ ഇറങ്ങി മരണം വരിച്ച കരുവാശ്ശേരി സ്വദേശി നൌഷാദ് കാണിച്ചത് മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക. KL11 S6693 നമ്പറിലുള്ള ഓട്ടോറിക്ഷയുമായി പാളയത്തെ സമദിന്റെ ഹോട്ടലിൽ സ്ഥിരമായി ചായ കുടിക്കാൻ എത്താറുള്ള നൌഷാദ് പതിവ് പോലെ ഇന്നും എത്തിയതായിരുന്നു. ചായ ഓർഡർ ചെയ്ത് ഇരിക്കുന്നതിനിടെയാണ് മാൻഹോളിന് സമീപത്തു നിന്ന് ബഹളം കേൾക്കുന്നത്. ഉടൻ തന്നെ നൌഷാദ് അങ്ങോട്ട് ഓടിയെത്തി. പിന്നെ ഒരു നിമിഷവും അമാന്തിച്ചിരുന്നില്ല. ജീവൻ പണയം വെച്ച് നൌഷാദ് ഓടയിലേക്ക് ഇറങ്ങി. തനിക്ക് മുഖപരിചയം പോലുമില്ലാത്ത 2 തൊഴിലാളികളെ രക്ഷിക്കുകയെന്ന മഹാദൌത്യവുമായി. സംഭവമറിഞ്ഞ് മാൻഹോളിന് സമീപം തടിച്ചുകൂടിയവർ നൌഷാദ് ഓടയിലിറങ്ങുന്നത് വിലക്കിയിരുന്നു. എന്നാൽ ഇത് വകവെക്കാതെ നൌഷാദ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു. ഓടയിലേക്ക് മെല്ലെ അടിവെച്ച് ഇറങ്ങുന്നതിനിടെ നൌഷാദിന്റെ കാലിൽ തൊഴിലാളികളിൽ ആരോ ഒരാൾ പിടിച്ചതായി പറയുന്നു. പിന്നെ നൌഷാദും മലിനജലം കെട്ടിനിന്ന ഓടയിൽ മറയുന്നതാണ് കണ്ടത്. ആന്ധ്ര സ്വദേശികളെ പുറത്തെടുത്ത് 1/4 മണിക്കൂറിന് ശേഷമാണ് നൌഷാദിനെ പുറത്തെടുക്കാനായത്. ബോധരഹിതനായിരുന്ന നൌഷാദ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയിരുന്നു. സഫീനയാണ് നൌഷാദിന്റെ ഭാര്യ. 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഹർത്താൽ നിയന്ത്രണ ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ബില്ലിന്മേൽ വിവിധ നിർദ്ദേശങ്ങൾ ഇതിനകം ലഭിച്ചുവെന്നും ഹർത്താൽ നിരോധമല്ല, നിയന്ത്രണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാനുള്ള നീക്കമില്ല. ട്രേഡ് യൂണിയനുകൾ പണിമുടക്കുന്നത് ഇതിന്റെ പരിധിയിൽ വരില്ല. അടുത്ത ആഴ്ച എല്ലാ ജില്ലകളിലും പൊതുജനങ്ങൾക്ക് നിർദ്ദേശം അറിയിക്കാൻ സംവിധാനം ഒരുക്കും. ഹർത്താലിനെതിരെ കേരളത്തിൽ നിരവധി ആളുകൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യം ആലോചിച്ചത്. ഹർത്താൽ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം.
ഹർത്താൽ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കാൻ ഉതകുന്ന വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുക എന്നതാണ് ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ദിവസം മുമ്പെങ്കിലും ഹർത്താൽ പ്രഖ്യാപിക്കുക, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നത് കുറ്റകരമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. ബലം പ്രയോഗിച്ച് സ്ഥാപനങ്ങൾ അടപ്പിച്ചാൽ 6 മാസം വരെ തടവോ 10,000 രൂപ പിഴയോ ആണ് ബില്ലിൽ ശുപാർശ ചെയ്യുന്ന ശിക്ഷ. അക്രമസാധ്യതയുണ്ടെങ്കിൽ സർക്കാരിന് ഹർത്താലിനുള്ള അനുമതി നിഷേധിക്കാനുള്ള വ്യവസ്ഥയും ബില്ലിലുണ്ട്. ബിൽ പ്രകാരം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തേണ്ട ചുമതല പോലീസിനാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനുള്ള വ്യവസ്ഥയും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തുന്നയാളുകൾ പ്രമുഖരായ ആരുടെയെങ്കിലും പേര് പറയുന്നത് ഫാഷനായിരിക്കുകയാണെന്ന് തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചു. അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താറുണ്ട്. ഒരു ബാർബറുടെ നിയമനത്തിന് താൻ കൈക്കൂലി വാങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും ചെന്നിത്തല ചോദിച്ചു. പ്രതികൾ തട്ടിപ്പിനായി ഉപയോഗിച്ചത് ഔദ്യോഗിക മുദ്രയല്ല, എല്ലാം അന്വേഷിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാനൊരുങ്ങി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടുത്ത വർഷം ഏപ്രിൽ മുതൽ സംസ്ഥാനത്ത് മദ്യനിരോധം നടപ്പാക്കുമെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കി. പാവപ്പെട്ടവർ മദ്യത്തിന് അടിമകളാകുന്നത് വഴി അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കുന്നു. മദ്യത്തിന്റെ ഉപഭോഗം കൊണ്ടാണ് ഗാർഹിക പീഡനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണം. ഇതുമൂലം സ്ത്രീകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതെന്നും നിതീഷ് പറഞ്ഞു. മദ്യനിരോധം കൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനായി 4,000 കോടിയുടെ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാറിലെ മദ്യനയത്തിനെതിരെ വിവിധ സ്ത്രീ സംഘടനകൾ മുമ്പ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഗുജറാത്ത്, കേരളം, മണിപ്പൂർ, നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങളിൽ നേരത്തെ മദ്യനിരോധം നടപ്പാക്കിയിരുന്നു. പ്രേതബാധയകറ്റാൻ കാസർകോട് KSRTC ഡിപ്പോയിൽ പൂജയും മന്ത്രവാദവും. വിശദമായ റിപ്പോർട്ടിലേക്ക്. KSRTC കാസർകോട് ഡിപ്പോയിൽ വിജയദശമി ദിനത്തിന്റെ തലേന്ന് നടന്ന ആയുധപൂജയുടെയും പ്രേതബാധയകറ്റാനാണെന്ന് ആരോപിക്കപ്പെടുന്ന മന്ത്രവാദത്തിന്റെയും ദൃശ്യം പുറത്തായി. സ്വകാര്യ ചാനലാണ് ദൃശ്യം പുറത്തുവിട്ടത്. നവംബർ 21 രാത്രിയിൽ വിജയദശമിയുടെ തലേ ദിവസമാണ് പൂജ നടന്നത്. സ്ഥാപനത്തിന്റെ ഉടമ ഹോമത്തിന് സാക്ഷിയാകണമെന്നതിനാൽ ഡിപ്പോ മാനേജർ G മോഹനൻകുട്ടിയും പൂജക്കരികിൽ ഇരുന്നതായി ദൃശ്യത്തിലുണ്ട്. പെർളയിലെ ബ്രാഹ്മണനാണ് പൂജ നടത്തിയത്. കുണ്ടംകുഴിയിലെ ബാലകൃഷ്ണൻ ജ്യോത്സ്യരും സന്നിഹിതരായി. ആയുധപൂജയും ഗണപതി ഹോമവും ഭഗവത് സേവയുമാണ് നടന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ ജ്യോത്സ്യന്റെ സാന്നിധ്യം ആവശ്യമില്ല. പ്രശ്നം വിധിക്കാനാണ് ജ്യോത്സ്യൻ എന്നതിനാൽ KSRTCയുടെ പ്രശ്നപരിഹാരത്തിനാണ് പൂജ നടത്തിയത് എന്നാണ് ആരോപണം. KSRTC നിരന്തരമായി അപകടത്തിൽപ്പെടുന്നത് ഡിപ്പോക്ക് പ്രേതബാധയുള്ളതിനാലാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. KSRTCയിലെ ഡ്രൈവർമാരുടെ നേതൃത്വത്തിലാണ് പൂജയും ഭഗവതി സേവയും ഗണപതി ഹോമവും നടന്നതെന്ന് ഡിപ്പോ മാനേജർ വിജയമോഹനൻകുട്ടി പ്രതികരിച്ചു. എല്ലാ വർഷവും അത് നടത്താറുണ്ട്. ജീവനക്കാർ തന്നെ പണം പിരിച്ച് നടത്തുന്ന ഒന്നാണ് KSRTCയിലെ ആയുധ പൂജ. പ്രേതബാധയകറ്റാൻ എന്ന് പ്രചരിപ്പിച്ചത് CITUവിലെ ഒരാളാണ്. എല്ലാവരെയും കുറ്റം പറയുന്നത് ശരിയല്ല. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിന്റെ പ്രതികാരമായി നടത്തിയ പ്രചരണമാണ്. പൂജ കഴിഞ്ഞപ്പോൾ പ്രസാദം വാങ്ങാൻ എന്നെ വിളിച്ചിരുന്നു. പ്രസാദം വാങ്ങാൻ ഞാൻ അരികത്ത് ഇരിക്കുകയും ചെയ്തു എന്നും ഡിപ്പോ മാനേജർ വിശദീകരിച്ചു. സംഭവം വിവാദമായതിനെ തുടർന്ന് KSRTCയിലെ വിജിലൻസ് വിഭാഗം അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി മോഹൻകുട്ടി അറിയിച്ചു. 12,000 രൂപയാണ് പൂജയ്ക്ക് ചെലവായതെന്ന് പറയുന്നു. തനിക്ക് 1,000 രൂപ ലഭിച്ചതായി ജ്യോത്സ്യൻ കുണ്ടംകുഴിയിലെ ബാലകൃഷ്ണൻ പറഞ്ഞു. പൂജ നടത്തിയ രീതി ശരിയാണെന്ന് ഉറപ്പുവരുത്താനാണ് തന്നെ ക്ഷണിച്ചത്. ആയുധ പൂജയാണ് നടന്നതെന്നും പ്രേതബാധയകറ്റാനുള്ള പ്രതിക്രിയയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലം. സംവാദം പാർലമെന്റിന്റെ ആത്മാവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനയാണ് ഇന്ത്യയുടെ ആശാകിരണം. ഹോപ്പ് എന്ന വാക്കാണ് താൻ ഇതിന് ഉപയോഗിക്കുന്നത്. ഹെഡ്ജ്, സാഹോദര്യം, ഓപ്പർച്യൂണിറ്റി, അവസരം, പീപ്പിൾ പാർട്ടിസിപ്പേഷൻ, ജനപങ്കാളിത്തം, ഇക്വാലിറ്റി, സമത്വം എന്നിങ്ങനെ ഹോപ്പിനെ വ്യാഖ്യാനിക്കാമെന്നും മോദി വ്യക്തമാക്കി. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് തുടക്കമായി. ആദ്യ 2 ദിവസം ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ വാർഷിക വേളയിൽ പ്രത്യേക ചർച്ചകളാണ് നടന്നത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി ചർച്ചയിൽ ഇടപെട്ട് സംസാരിച്ചു. നാഗാലാൻഡിൽ നിന്നുള്ള സിറ്റിംഗ് MP മരണപ്പെട്ടതിനാൽ രാജ്യസഭയിൽ ചർച്ചയുണ്ടായില്ല. അന്തരിച്ച MPക്ക് അനുശോചനം രേഖപ്പെടുത്തി രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു.
ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ സംഭാവനകളെക്കുറിച്ചുമുള്ള 2 ദിവസത്തെ ചർച്ചകളിൽ പ്രതിപക്ഷം പൂർണ്ണമായി സഹകരിക്കും. ചർച്ചകൾ തടസ്സപ്പെടുത്തിയാൽ അത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ തീരുമാനം. എന്നാൽ അസഹിഷ്ണുതയുടെ കാര്യത്തിൽ സർക്കാരിനെതിരെ രാജ്യസഭയിൽ പ്രമേയം പാസാക്കാനാണ് പ്രതിപക്ഷ ശ്രമം. വിഷയം ചർച്ച ചെയ്ത ശേഷം പ്രമേയം വേണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. LDF വിജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ച വേണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഭൂരിപക്ഷം കിട്ടുന്ന മുറക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജനതാദൾ UDFന്റെ ഭാഗമാണ്. UDF വിട്ടുവന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്നാൽ അവരുടെ പിന്നാലെ പോകാൻ താൽപര്യമില്ലെന്നും പിണറായി പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വിപ്ലവ വീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. വിപ്ലവ വീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ശൂന്യത മുറ്റിയ മാനസമിൽ പ്രതിരോധ വലയം നാം തീർക്കും. ഉണർത്തുപാട്ടിൻ ഗാഥയുമായി വരും RSC തൻ മുന്നേറ്റം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. പാടുന്ന അഭിവാദ്യം ഞങ്ങൾ നേരുന്ന അഭിവാദ്യം. സുന്നി മക്കൾക്ക് അഭിവാദ്യം നേരും സംഘബലം ഹൃദ്യം. വിപ്ലവ വീതിയിൽ പ്രവാസി സുന്നികൾ ധീരമുയർത്തുന്നീ ശബ്ദം. ശക്തമിഗോതയിൽ പ്രലോഭനങ്ങൾക്കെതിരെ മുഴക്കുന്നീ മന്ത്രം. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ആദർശത്തിൻ സ്നേഹസ്വരം പകരുന്നീ മണലാരുണ്യത്തിൽ. ആവേശത്തിൻ അലകളുണർത്തും KMIC ഹൃദയത്തിൽ. ധർമ്മസമൂഹമെ വാർത്തിടുവാൻ RSC നയിക്കും സഞ്ജയമിൽ കൈക്കോർ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ SSF സംഘടിപ്പിച്ചു വരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായി കാസർകോട് ജില്ലാ ക്യാമ്പസ് ഹയർ സെക്കൻഡറി സമ്മേളനങ്ങൾ 28-ന് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിക്കും. ന്യൂ ജനറേഷൻ വിദ്യാർത്ഥികൾ പകർത്തുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന കാലുഷ്യങ്ങൾക്കും മൂല്യച്യുതിക്കും വിദ്യാർത്ഥി ജീവിതത്തെ താളം തെറ്റിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, ലഹരികൾക്കുമെതിരെയുള്ള ചർച്ചയും പ്രതിജ്ഞയുമാകും സമ്മേളനങ്ങൾ. ക്യാമ്പസ് സമ്മേളനം കാസർകോട് സ്പീഡ് വേ ഇൻ ഹാൾ വിസ്ഡം സ്ക്വയറിൽ സമസ്ത കേന്ദ്ര മുഷാവറ ഉപാധ്യക്ഷൻ M. ആലിക്കുഞ്ഞി മുസ്ലിയർ ഷിറിയ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന സമിതി അംഗം ഫൈലുർ റഹ്മാൻ ഇർഫാനി, സർ സയ്യിദ് കോളേജ് പ്രൊഫസർ സിദ്ദീഖ് ഇരിങ്ങൽ, സംസ്ഥാന HS കൺവീനർ ഷക്കീർ അരിമ്പ്ര സെഷനുകൾക്ക് നേതൃത്വം നൽകും. SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിക്കും. ജില്ലാ വ്യാപാര ഭവനിൽ ഇബ്നു ഹൈസം സ്ക്വയറിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറാംഗം ബേക്കൽ ഇബ്രാഹിം മുസ്ലിയർ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന വിസ്ഡം കൺവീനർ CN ജാഫർ, സ്വലാഹുദ്ദീൻ അയ്യൂബി, ഷക്കീർ മലപ്പുറം ക്ലാസുകൾ അവതരിപ്പിക്കും. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സുലൈമാൻ കരിവള്ളൂർ, അബ്ദുൽ ഖാദർ സഖാഫി മുഗ്രാൽ, ബഷീർ പുളിക്കൂർ, അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി, അഷ്റഫ് സൈദി, ആരിക്കാടി തുടങ്ങി പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ ഈ മാസം 28-ന് ശനിയാഴ്ച കാസർകോട് ഇബ്നു ഹൈസം സ്ക്വയറിലും വിസ്ഡം സ്ക്വയറിലുമായി നടക്കുന്ന ക്യാമ്പസ് ഹയർ സെക്കൻഡറി സമ്മേളന ഭാഗമായി സംഘടിപ്പിച്ച ഉജ്ജ്വലം സമാപിച്ചു. സമ്മേളന പ്രചാരണം, പ്രതിനിധി രജിസ്ട്രേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ, ക്യാമ്പസ് കണക്ട്, തെരുവ് ചർച്ച തുടങ്ങിയ പദ്ധതികൾ അവലോകനം ചെയ്തു. അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാർ ഉദ്ഘാടനം ചെയ്തു. സിദ്ദീഖ് പൂത്തപ്പലം, സ്വാദിഖ് ആവളം തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ ശനിയാഴ്ച കോഴിക്കോട് ടൗൺഹാളിൽ നടക്കുന്ന SSF ജില്ലാ ക്യാമ്പസ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുബന്ധ സമ്മേളനങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ സമാപിച്ചു. കോഴിക്കോട് NITയിൽ നടന്ന എഞ്ചിനീയറിംഗ് സമ്മേളനം ഡോക്ടർ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. അബ്ദുസമദ് സഖാഫി മായനാട് വിഷയാവതരണം നടത്തി. കൊടുവള്ളി സ്വർണ്ണഭവനിൽ നടന്ന കൊമേഴ്സ് സമ്മേളനം PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല മുഖ്യപ്രഭാഷണം നടത്തി. നാദാപുരം ദാറുൽഹുദ ക്യാമ്പസിൽ നടന്ന സയൻസ് സമ്മേളനം പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു.
തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്താംബുൾ ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് കൾച്ചറുമായി സഹകരിച്ച് കേരള യൂണിവേഴ്സിറ്റി അറബിക് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന 5ാമത് അന്താരാഷ്ട്ര നോർസി സ്റ്റഡീസ് കോൺഫറൻസിൽ പൂനൂർ മദീനത്തുന്നൂർ കോളേജ് ഓഫ് ഇസ്ലാമിക് സയൻസിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി അഷ്റഫ് ഹസനും 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഇമാദുദ്ദീൻ സുഹൈൽ എന്നിവരുമാണ് പങ്കെടുക്കുക. സയ്യിദ് നൂർസിയുടെ പ്രസിദ്ധ ഗ്രന്ഥമായ റിസാലെ ഇ നൂർ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസവും ധാർമ്മികതയും എന്ന പ്രമേയത്തിൽ അടുത്ത വർഷം ഫെബ്രുവരി 8, 9 തീയതികളിലാണ് കോൺഫറൻസ് നടക്കുക. വിദ്യാർത്ഥികളുടെ അഭിരുചികൾ കണ്ടെത്തുവാനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ഇസ്ലാമിക ശാസ്ത്ര വിഷയങ്ങളിൽ താൽപര്യമുണ്ടാക്കുവാനും വേണ്ടി SMA സംസ്ഥാന കമ്മിറ്റി ഈ മാസം 29 നടത്തുന്ന സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സെന്ററുകളായ മദ്രസകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതിനും പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പരീക്ഷാ സെന്ററുകളിൽ എത്തിക്കുന്നതിനും എല്ലാ മദ്രസ കമ്മിറ്റികളും മുഅല്ലിമീങ്ങളും മുന്നിട്ടിറങ്ങണമെന്ന് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നേതാക്കൾ അഭ്യർത്ഥിച്ചു. പരീക്ഷാ സെന്ററുകളായി തിരഞ്ഞെടുക്കപ്പെട്ട മദ്രസകൾക്ക് പരീക്ഷാ സമയം ആവശ്യമെങ്കിൽ അവധി നൽകാവുന്നതാണെന്ന് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഓഫീസിൽ നിന്ന് അറിയിച്ചു. സമന്വയ വിദ്യാഭ്യാസം സമൂഹ നന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ 2016 ഏപ്രിൽ 7 മുതൽ 10 വരെ ഇടപ്പള്ളി ചേരാനല്ലൂർ അശ്അരി ഇമാം സ്ക്വയറിൽ നടക്കുന്ന ജാമിയ അശ്അരിയ ഇസ്ലാമിയ 20ാം വാർഷിക സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശന ക്രമം ചേരാനല്ലൂർ അശ്അരിയയിൽ നടന്നു. മുൻ കേന്ദ്രമന്ത്രി KV തോമസ് MP നൽകി സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രകാശനം ചെയ്തു. SYS സുപ്രീം കൌൺസിൽ അംഗം A അഹമ്മദ് കുട്ടി ഹാജി, സമസ്ത ജില്ലാ സെക്രട്ടറി VH അലി ദാരിമി, ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് CT ഹാഷിം തങ്ങൾ, SYS ജില്ലാ പ്രസിഡന്റ് MP അബ്ദുൽ ജബ്ബാർ സഖാഫി, SSF ജില്ലാ പ്രസിഡന്റ് KSM ഷാജഹാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുത്തു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ആശയത്തിൽ ആദ്യമായി കേരളത്തിൽ തുടക്കം കുറിച്ച സ്ഥാപനമാണ് ജാമിയ സഅദിയ എന്നും പാവപ്പെട്ടവരുടെയും അശരണരുടെയും ഉന്നമനത്തിന് ഈ സമ്മേളനത്തോടെ കൂടുതൽ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുമെന്നും സഅദിയ കേന്ദ്ര കമ്മിറ്റി അംഗം കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദി പ്രസ്താവിച്ചു. ബാംഗ്ലൂർ യാറബ് നഗർ സഅദിയ എഡ്യൂക്കേഷൻ സെന്ററിൽ 46ാം വാർഷിക സന്നദ്ധദാന സമ്മേളന പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ OP മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വഖഫ് ബോർഡ് അംഗം ഷാഫി സഅദി ഉദ്ബോധന പ്രസംഗം നടത്തി. പ്രചാരണ സമിതി ഭാരവാഹികളായി ഷുക്കൂർ സഅദി ചെയർമാനും ബഷീർ സഅദി അൽ അഫ്ലലി കൺവീനറായും 101 അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. മഹ്മൂദ് മഖ്ദൂദി, അബ്ദുൽ നാസർ ബന്ദാട്, അസീസ് ചൌക്കി, ഇബ്രാഹിം സഅദി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് പാളയത്ത് ഓടയിലിറങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. മനുഷ്യസ്നേഹത്തിന്റെ മാതൃക കാണിച്ച് നൌഷാദിന്റെ ജീവത്യാഗം. ഹർത്താൽ നിയന്ത്രണ ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാനൊരുങ്ങി ബീഹാർ മുഖ്യമന്ത്രി. അടുത്ത വർഷം ബീഹാറിൽ മദ്യനിരോധമെന്ന് നിതീഷ് കുമാർ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു. SSF കാസർഗോഡ് ജില്ലാ സമ്മേളനം ശനിയാഴ്ച. സമ്മേളന ഭാഗമായി ഉജ്ജ്വലം സമാപിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.